സ്മെല്ലടിക്കുമ്പോഴൊക്കെ സാധനം കയറുണ്ട്. ഇതാണ് ഐറ്റം. ഈ കാണുന്ന ഒറിജിനൽ ടാങ്ക് പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇവർ 3 സാധനം കൊണ്ട് ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ് ഇപ്പോൾ നമ്മളിതിൽ വെച്ച് വെച്ചാൽ. പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് മാംഗോന്റെ ഇതേപോലത്തെ എസെൻസ് ആണ്. ഗ്ലൂക്കോസിന്റെ പൊടിയാണ് വേണ്ടി. തുള്ളി ഉപ്പ് ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് കളവാക്കാനാണ്. 1/2 കപ്പ് പഞ്ചസാര മതി. ഇത് പമ്മ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്ലൂക്കോസും പൊടി ഇട്ട് കൊടുക്കുക. ഇതൊരു 2 സ്പൂണോളം മതിയാവും. ഏകദേശം ഇത്ര മതിയാവും. ഏകദേശം 2, 3, 4, 5, 6 ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മൊത്തം ഇനി അടിച്ച് സെറ്റാക്കി എടുക്കണം. ഇത് ഊരിയെടുക്കുകയാണ്. സാധനം അടിച്ചു കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കാം. ടൈറ്റാണ്. ഇതാണ് ഐറ്റം. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ജസ്റ്റ് കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഗതി എന്ന് അറിയണമല്ലോ. നോക്കാം. ഞങ്ങള് നാവിലിട്ട മറ്റേ പഞ്ഞി മിഠായിക്ക് പോലെ അലഞ്ഞ് പെട്ടെന്ന് ഇതാവുന്നുണ്ട്. ഒരു 90%, 99% സാധനം പക്കയാണ്. ഫ്ലേവർ നമ്മളിങ്ങനെ സ്മെല്ലടിക്കുമ്പോഴൊക്കെ സാധനം കയറുന്നുണ്ട്. നമ്മളുണ്ടാക്കിയ പവർ ടാങ്ക് പൊടി നമ്മൾ ഇട്ട് നോക്കുകയാണ്. എന്നിട്ട് നോക്കാം. അഴിക്കൊന്നും വേണ്ട. സോഡൻ്റെ കുപ്പിയാണ് നമ്മൾ തണുത്തല അരച്ച് കൊണ്ടതാണ്. ഒഴിച്ചു നോക്കാം. ഇത്ര മതിയാവും. നമ്മൾ ആവശ്യത്തിന് പഞ്ചാര ഇട്ട് കൊടുക്കണേ. ഏകദേശം അധികമൊന്നും വേണ്ട. സാധനം സെറ്റായിണ്. ജസ്റ്റ് കുടിച്ചു നോക്കാം. കുഴപ്പമില്ല. നമ്മളെ ഏകദേശം ഇതിനെപ്പോലെ ആയിരുന്നു. ഒരു 80-90% കൊടുക്കാം. നമ്മൾ മാംഗോന്റെ ഫ്ലേവർ ഉപയോഗിച്ച് നാരങ്ങൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഫ്ലേവർ കിട്ടും. മച്ചന്മാരെ നമ്മളെ വീഡിയോ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമ്മളത് അന്ന് ഉണ്ടാക്കിയ ടാങ്കിൻ്റെ 90% സക്സസ് ആയാണ് എന്ന് പറയാം. നമ്മൾ ഫ്ലേവർ ഉപയോഗിച്ച് മാംഗോ ഉപയോഗിച്ച് നാരങ്ങ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ നല്ലവർക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇതിന് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.